Hi guys, welcome back to my channel MJ Vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനിപ്പോൾ അടുക്കളയിലാട്ടാ നിൽക്കണേ. അപ്പം ഞാനിപ്പോൾ ക്വാറന്റൈൻ ടൈമൊക്കെ അല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് സുഖിയൻ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാമെന്ന്. എങ്ങനെ ഉണ്ടാവും അറിയില്ല, എന്നാലും നമുക്ക് നോക്കാമല്ലോ. അപ്പം ചായക്ക് കടിയൊന്നുമില്ല എന്നാൽ, അപ്പം ഞാൻ വിചാരിച്ചു സുഖിയൻ ഉണ്ടാക്കാമെന്ന്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. സുഖിയൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ വെള്ളത്തിലിട്ടുള്ളൂ, നമുക്ക് ഒരുപാട് നേരത്തെ മുമ്പൊന്നും വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പയർ വേവിക്കാം. അപ്പോൾ നമ്മൾ പയർ കുക്കറിലോട്ട് ഇടുകയാണ്. നല്ല വെള്ളമുണ്ടോ, ഞാൻ 2-3 പ്രാവശ്യം കഴുകി വെച്ചതാണ് പയർ. പയർ വെള്ളത്തിലോട്ട് ഇടാം. അപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളൂ. കാരണം വെന്ത് വരുമ്പോൾ വെള്ളം അധികം പാടില്ല, അതുകൊണ്ട് 1/2 കപ്പ് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുത്തേക്കണം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കണം, കാരണം ഞാൻ കുറച്ച് പയറെടുത്തിട്ടുള്ളൂ. നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ഇതനുസരിച്ച് പയറെടുത്താൽ മതി. എന്നിട്ട് ഇത് അടച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പയറൊക്കെ വെന്ത് വന്നിട്ടാ. അപ്പം നമ്മൾ എത്ര വിസില? 3 വിസിലെടുത്തു. 3 വിസിലും പിന്നെ കുറച്ച് നേരം സിമ്മിലിടണം. സിമ്മിലിട്ടിട്ടാണ് നമ്മൾ പയർ വേവിച്ചെടുത്തത്. അപ്പം അമ്മയാണ് പറയണത്. ബാക്കി ഇനി ചെയ്യുന്നത് കുറച്ചൊക്കെ ചെയ്തത് അമ്മയാട്ടാ. പയറിൽ നമ്മൾ ശർക്കര എടുത്ത് മിക്സ് ചെയ്യണം കേട്ടോ. അത് അമ്മയാണ് ചെയ്യണം കേട്ടോ. ചെയ്തോളൂ. അപ്പം ഇത് നമ്മൾ പയറിന് ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് മിക്സ് ചെയ്യണം. മധുരം അല്ലേ? മധുരം നോക്കി മാവ് ഉണ്ടാക്കാനായിട്ട് മൈദമാവാണ് എടുത്തേക്കുന്നത്. ഒരു 3 കപ്പ് മൈദമാവാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ചെറിയ ചെറിയ സുഗീനായിട്ട് ഉണ്ടാക്കണം. നമ്മൾ ചായക്കടയിലെ പോലെ വലിയ സുഗീനല്ല, ചെറുതായിട്ട് ഉണ്ടാക്കണം. നമ്മൾക്കിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അല്ലേ ഉള്ളൂ, അപ്പം ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിലായിട്ട് ഞാൻ ഉണ്ടാക്കണേ. അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി കളർ കൂടുതൽ ഇട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇത്ര കൂടുതൽ ഇട്ടേക്കണേ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് ജീരകപ്പൊടി. ശരിക്കും പറഞ്ഞാൽ ജീരകമാണ് വേണ്ടത്, പക്ഷെ ഇവിടെ ജീരകം ഇല്ലാത്ത കാരണം ഞാൻ ജീരകപ്പൊടിയാണ് ഇടണേ. പക്ഷെ ശരിക്കും ജീരകമാണ് അതിൻ്റെ ടേസ്റ്റ്. ജീരകം ഉള്ളവർ അത് തന്നെ ഇടണം കേട്ടോ. പിന്നെ ഇത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. അപ്പം ഞാൻ വെള്ളം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായില്ല കേട്ടോ, അപ്പോൾ വെള്ളം എടുക്കാൻ പോകുന്നതാണ്. എന്നിട്ട് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. കാരണം ഒരുപാട് വെള്ളം കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടൂല. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് അതിൻ്റെ പാകത്തിന് ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുത്ത് ശരിയാക്കാൻ. ഒരുപാട് വെള്ളമായാലും കുഴപ്പമാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഇത്രയും കൂടി ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പയറും ശർക്കരയും മിക്സ് ചെയ്തിട്ട് ഉള്ളത് ഉണ്ടയാക്കി ഉരുട്ടിയിട്ട് നമ്മൾ
ആ മാവിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് എണ്ണയിൽ വറുക്കാനിടുക. നേരത്തെ ഞാനിത് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലിട്ടത് റെക്കോർഡായില്ലായിരുന്നു കേട്ടോ, സോറി. അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മള് സുഖിയനൊക്കെ ഉണ്ടായി കഴിഞ്ഞതാ അത്യാവശ്യം സെറ്റപ്പിൽ വന്നിട്ടുണ്ട്. നമ്മുടെ തട്ടുകള സെറ്റപ്പിലൊന്നും വന്നിട്ടില്ല. നമ്മള് കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളൂ, അപ്പൊ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അമ്മേനെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. എങ്ങനെയുണ്ട് പറയൂ, പ്രേക്ഷകർ പറയൂ. നല്ലതാണ്, നല്ലതാണ്. അപ്പൊ കടകളിൽ നിന്നും അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നല്ലതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇനിയും കാണണമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. ടാറ്റ.